ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആയിട്ട് യാൺ ഉപയോഗിച്ചൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് അതേപോലെ 3 കളേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും പിന്നെ പേസ്റ്റൽ ഗ്രീനുമാണ് എടുത്തിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് യാണും പിന്നെ ഒരു സ്കെയിലുമാണ്. 30 സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് യാൺ സ്കെയിലിനെ ചുറ്റി ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. കെട്ടുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ടൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏത് സൈഡാണോ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ സൈഡിലേക്ക് യാൺ കൊണ്ടുവരിക. എന്നിട്ട് 3 ഫിംഗേഴ്സ് വെച്ച് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സ്കെയിൽ ഫുള്ളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. ഫുൾ പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ കെട്ട് വീണ ഭാഗം നമ്മൾ ടൈ ചെയ്ത് കൊടുത്ത ഭാഗത്ത് ഗ്ലൂ ഗണ്ണ് ഇതേപോലെ ആക്കി കൊടുക്കാം. ടോപ്പ് ടു ബോട്ടം ഒരു സൈഡ് മാത്രം ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി കിട്ടണം. അതിനുശേഷം യാൺ ഇതേപോലെ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാം. ഈ ഒരു ഭാഗം മാത്രം കുറച്ച് പണിയുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ലെയർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കളേഴ്സിൽ അടുത്ത ലെയേഴ്സ് കൂടി ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു ട്രീ നമുക്ക് സിംഗിൾ കളർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്താലും ഭംഗിയാണ്. ഇനി നമുക്ക് ട്രീയുടെ ബേസ് ഉണ്ടാക്കാനായിട്ട് അതേപോലെ A4 ഷീറ്റ് അളവിൽ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ടത് കോൺ ഷേപ്പിൽ മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ഒരളവിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 16 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തെടുത്ത ലെയേഴ്സ് എല്ലാം അതിലേക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മളിവിടെ ഡാർക്ക് ഗ്രീൻ ആണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇവിടെ 3 കളേഴ്സ് ഓൾട്ടർനേറ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിലെ എൻ പോർഷൻ വരുന്ന യാൺ കൂടി ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ ലൂസായിട്ട് എല്ലാം അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തെടുത്ത ആ 3 ലെയേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫുൾ ട്രീ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എക്സ്ട്രാ വേറെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം മുകളിലേക്ക് പോകും തോറും നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കുറച്ച് മതിയല്ലോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ലെയർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അതിന് തൊട്ട് മുകളിലായിട്ട് ലൈറ്റ് ഗ്രീനിന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത 3 കളേഴ്സും ഓൾട്ടർനേറ്റ് ആയിട്ട് അതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ കവർ ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട്. ആദ്യം ചെറിയൊരു പീസ് യാൺ കട്ട് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ 2 ഫിംഗേഴ്സിൻ്റെ നടുവിലേക്കായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ 2 ഫിംഗേഴ്സും ചേർത്ത് വെച്ചിട്ട് അതേപോലെ യാൺ ചുറ്റിയെടുക്കുക. ടോട്ടൽ 11 ടൈംസാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നത്.
എന്നിട്ട് ഇതേപോലെ ഒരുമിച്ച് അതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എക്സ്ട്രാ പീസസ് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇത് ട്രീയുടെ ടോപ്പ് പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ വെക്കാനായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റാർ ഉണ്ടാക്കി എടുക്കണം. ഇവിടെ നമ്മൾ റെഡ് കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർ വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതേപോലെ ചെറിയൊരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് സ്റ്റാർ വെച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ച് ബീഡ്സ് വെച്ച് നമ്മുടെ ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഗോൾഡൻ കളറും ഡാർക്ക് പിങ്ക് കളറിലുമുള്ള ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ മേക്കിംഗ് ട്യൂട്ടോറിയലിലെ 6th ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. അപ്പോൾ യാൺ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയ ഈ ഒരു ക്രിസ്മസ് ട്രീ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി ക്രാഫ്റ്റ്സ് വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.